പവിത്രം സീരിയല് മെയ് 25-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. എന്താണിത്? ഭയങ്കര വലിയൊരു ചതിയാണ് നടന്നത്. മെയ് 18-ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് തുടങ്ങിയില്ല, 25-ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് പ്രൊമോയും ടൈറ്റിൽ സോങ്ങും ഒക്കെ പുറത്തു വന്നതാണ്. സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഇനി ജൂൺ 1-ാം തീയതി ആണോ? അതും അല്ല. പവിത്രം ഇനി ഇല്ലേ? എന്താണെന്നുള്ള നിങ്ങൾ അറിഞ്ഞോ? മാത്രമല്ല, നമ്മുടെ പവിത്രം സീസൺ 2 ആണ് ഇനി വരാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ പവിത്രം സീസൺ 2-ന്റെ കഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? പറഞ്ഞു തരാം. പവിത്രത്തിന്റെ ഒത്തിരി ഫാൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തം ഭ്രാന്തെടുത്തിരിക്കുവാണ്. സെക്കൻഡ് പാർട്ട് കാണാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പതേ മാസം 1 ഈ ഷോ നിർത്തി വെച്ചിട്ട്. സെക്കൻഡ് പാർട്ടും ഇല്ല. തുടങ്ങുന്നു പറയുന്നു, തുമ്പറ്റൊത്തിട്ട് വീണ്ടും വരുന്നില്ല എന്ന് പറയുന്നു. എന്തൊക്കെയാണ് പവിത്രത്തിന്റെ അപ്ഡേറ്റുകൾ എന്ന് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പവിത്രം സീരിയൽ കഴിഞ്ഞ മാസം സീസൺ 1 തീർന്നതാണ്. മെയ് 18-ാം തീയതി മുതൽ സീസൺ 2 ഒരു വെറൈറ്റിയോടുകൂടി മറ്റൊരു ബിഗിനിങ്ങോടുകൂടി സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള ലെവലിലായിരുന്നു പറഞ്ഞ് സീസൺ 1 നിർത്തിയത്. ഒരു ക്ലൈമാക്സ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഒരു സാഡ് പോലെ. അപ്പം അതിൻ്റെ മറ്റൊരു വെർഷൻ, അതിൻ്റെ മറ്റൊരു എന്താ പറയുക, ഒരു സ്റ്റാർട്ടിങ്, ഒരു മറ്റൊരു തുടക്കം, എല്ലാത്തിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ തുടക്കമായിരുന്നു സീസൺ 2. തുടക്കമായിരിക്കും സീസൺ 2 എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മെയ് 18-ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. മെയ് 15 ആയപ്പോഴത്തേക്കും മെയ് 18-ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ല, മെയ് 25-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചാനൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, ഇനി 2-3 ദിവസം കൂടെ കഴിഞ്ഞ് മെയ് 25-ആണ്. വീണ്ടും നമ്മുടെ ചാനൽ അറിയിച്ചിരിക്കുകയാണ് മെയ് 25-ന് സ്റ്റാർട്ട് ചെയ്യില്ല. കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായിട്ട് വരും. നല്ല മുഹൂർത്തങ്ങൾക്കായി, നല്ലൊരു തുടക്കത്തിനായി കുറച്ചുകൂടി നിങ്ങൾ കാത്തിരിക്കണമെന്ന്. ശരിക്കും ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ്. കാരണം ഒരു സീരിയലിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും അത് ആൾക്കാരുടെ മനസ്സിൽ നിന്ന് മറന്നു പോകും. അതിപ്പോൾ പവിത്രത്തിനെ കുറ്റം പറയുന്നതല്ല, ഏതൊരു സീരിയലായിരുന്നാലും കുറേ നാളുകൾ അത് പ്ലേ ചെയ്യാണ്ടിരിക്കുമ്പോൾ അതിനെ ആൾക്കാർ മറന്നു തുടങ്ങും. അപ്പം ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതിനേക്കാളും മുന്നേ ഈ സീരിയൽ വരുന്നതാണ് നല്ലത്. ഇനി ഇതിൻ്റെ സീസൺ 2-നകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്, നേരത്തെ തന്നെ ഒരു പ്രൊമോയൊക്കെ ഇട്ടിട്ട് 5 വയസ്സായ ഒരു പെൺകുട്ടിയെ ആവശ്യമുണ്ട് അഭിനയിക്കാനായിട്ട്. വിക്രത്തിൻ്റെയും വേദയുടെയും മകളായിട്ട് അഭിനയിക്കാനായിട്ട്. വിച്ച് മീൻസ് നമ്മുടെ പവിത്രത്തിൻ്റെ സീസൺ 2-ൽ മകള്, വിക്രമനും വേദയ്ക്കും ഒരു മകള് ജനിക്കുന്നതായിട്ടാണ് അതിൻ്റെ കഥ. ഒരു 5 വർഷം കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ 6 വർഷം കഴിഞ്ഞിട്ടുള്ള കഥയാണ് കാണിക്കുന്നത്. വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് മുതലുള്ള കഥ, വേദ മറ്റൊരിടത്ത് പ്രസവിച്ച് തൻ്റെ കുഞ്ഞിനെയൊക്കെ വളർത്തിയിരിക്കുന്ന ഒരു കഥ, വളർത്തി തുടങ്ങുന്ന ഒരു കഥ. അതാണ് സീസൺ 2. പിന്നീട് വിക്രവും വേദയും കുറെ കാലം കഴിഞ്ഞ് വീണ്ടും കാണുന്നു. വേദയുടെ മകളെ കാണുന്നു. അത് ആദ്യം മകളാണെന്ന് അറിയുന്നില്ല, പിന്നീട് മകളാണെന്ന് അറിയുന്നു. മകളുടെ അമ്മ വേദയാണെന്ന് അറിയുന്നു. അങ്ങനെ വീണ്ടും ഇവർ തമ്മിൽ ഒരുമിക്കുന്നു. ജീവിതത്തിൽ വീണ്ടും പഴയതുപോലെ പ്രശ്നങ്ങൾ വരുന്നു. അതൊക്കെ സോൾവ് ചെയ്ത് പോകുന്ന ഒരു സാധാരണ പവിത്രം. ആ ഒരു പവിത്രത്തിലോട്ട് നമ്മുടെ സീസൺ 2 എത്താൻ ഇനി ഒത്തിരി ട്വിസ്റ്റുകളും ടേൺസും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതുവരയ്ക്കും ഇതൊന്നും വന്നിട്ടില്ല. ഈ പറയുന്ന പോലെ ഓഡിയൻസിനായിട്ട് വെയിറ്റ് ചെയ്യിപ്പിച്ച് അതിനൊരു അറ്റം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. നമ്മുടെ ബിഗ് ബോസിൻ്റെ കേസ് നിങ്ങൾക്ക് അറിയാമോ എന്തോ? ബിഗ് ബോസിൻ്റെ ലോഗോയൊക്കെ വന്നിട്ടുണ്ട് സീസൺ 8-ൻ്റെ. എനിക്ക് ബിഗ് ബോസിൻ്റെ മാത്രമായിട്ട് റിവ്യൂ ചെയ്യുന്ന ഒരു ചാനലുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. ബിഗ് ബോസിൻ്റെ റിവ്യൂവും അപ്ഡേറ്റും കണ്ടസ്റ്റന്റ് ലിസ്റ്റും പ്രഡിക്ഷൻ ലിസ്റ്റും ഒക്കെ പറയുന്ന ഒരു ചാനലാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. നിങ്ങൾ മസ്റ്റായിട്ട് കാണുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.